വെൽക്കം ബാക്ക് ടു ബിസിനസ് ഫോറം. സങ്കീർണമായ ബിസിനസ് രഹസ്യങ്ങൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിലൂടെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ മജു കെ ഇസ്മായിൽ സർ. ഇന്നും കുറച്ചുകൂടെ സങ്കീർണമായ, അതായത് GST, ഇൻകം ടാക്സ് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കയറാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. അപ്പോൾ GST തന്നെ തുടങ്ങാം. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പേപ്പർ തുറന്നാലും എന്ത് തുറന്നാലും GST എന്നൊരു പദം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിലേക്ക് കൂടുതലൊന്നും അറിയില്ല. ആ മൂന്ന് ഇതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. G for goods, S for service, T for tax. ഗുഡ്സ് സർവീസ് ടാക്സ്. അതെന്താണ് സർവീസ് എന്നുള്ള ചോദ്യം. നമുക്ക് അപ്പം നമുക്കൊരു കുറേ വർഷങ്ങൾക്ക് പുറകോട്ടൊന്ന് പോകുന്നത് ഭംഗിയായിരിക്കും. കാരണം നമ്മുടെ പ്രേക്ഷകർ പലരും ഈ GST മാത്രം കേട്ടവരുണ്ടാവും, ചില വാറ്റിനെ കുറിച്ചും കൂടി കേട്ടവരുണ്ടാവും. അതിനു മുമ്പ് ഒരു GST ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ജനറൽ സെയിൽ ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് GST എന്ന് പറയുന്നു, ജനറൽ സെയിൽ ടാക്സിനും GST എന്ന് പറയുന്നു. കേരള ജനറൽ സെയിൽ ടാക്സ്. ഓക്കെ. അതെന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടാകുന്ന കുറേ പേരുണ്ടാവും. അത് എല്ലാ സ്റ്റേറ്റിലും വരുന്ന ടാക്സ്. അപ്പോൾ ടാക്സേഷൻ റെജീമിൽ നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു. ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇൻകം ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കൊന്നും അതിനകത്ത് വലിയ റോളൊന്നുമില്ല. ആ പൈസ പോകുന്നതും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ്. അപ്പോൾ സെയിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെയും കൂടി സബ്ജക്റ്റാണ്. സ്റ്റേറ്റിനും അതിനകത്ത് ഷെയറുണ്ട്, സെൻട്രലിനും ഷെയറുണ്ട്. നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നതും ഇന്ത്യയിലുണ്ടായിരുന്നതും സെൻട്രൽ സെയിൽസ് ടാക്സ് സെൻട്രലിൻ്റെ സബ്ജക്റ്റും, ജനറൽ സെയിൽസ് ടാക്സ് അതായത് സംസ്ഥാനങ്ങളുടെ സബ്ജക്റ്റുകൾ, KGST കേരള ജനറൽ സെയിൽ ടാക്സ്. സാറേ, ഒരു ഇത് അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ എത്ര ടാക്സുകൾ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ? അത് പറയാം, ഒത്തിരി പറയുന്നു. അപ്പോൾ KGST ജനറൽ സെയിൽസ് ടാക്സ്. ഓക്കെ. അതിലേക്ക് വരുമ്പോൾ ഇത് തുടങ്ങിച്ചിട്ട് അത് തീർത്തിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ജനറൽ സെയിൽസ് ടാക്സ് തുടങ്ങിയപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ പോയിൻറ്റ് ടാക്സ് ആണ്. എന്ന് വെച്ചാൽ മാനുഫാക്ചറർ കേരളത്തിൽ ആദ്യം വിൽക്കുന്ന ആൾക്ക് മാത്രമേ ടാക്സ് കളക്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ഫസ്റ്റ് സെയിൽ കേരളത്തിൽ ഫസ്റ്റായിട്ട് വരുന്നത്, കേരളത്തിൻ്റെ വെളിയിലുണ്ടാക്കുന്ന സാധനം കേരളത്തിലേക്ക് വന്നാൽ ആ സാധനം ഫസ്റ്റ് ബില്ല് ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യും. പിന്നെ സബ്സിക്വൻറ്റ് ബില്ലിന് ടാക്സ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഓരോ അടുത്ത ഒരു ഹോൾസെയിൽ ഡീലർ കേരളത്തിലുണ്ടെങ്കിൽ അയാൾ ബില്ല് ചെയ്ത് വിൽക്കുക, അയാൾ ഫസ്റ്റ് ബില്ല് ചെയ്യുമ്പോൾ അയാൾ ആ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യും. പിന്നെ അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടറോ ഡീലറോ റീസെയിലറോ സബ് ഡീലറോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ടാക്സ് കളക്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എക്സംപ്റ്റഡ് സെയിൽസ് അതല്ല, ആ എക്സംപ്റ്റഡ് അല്ല, ടാക്സുകളാണ്. പക്ഷേ ആദ്യം ഫസ്റ്റ് പോയിന്റ് മാത്രം ടാക്സ് ഉണ്ടാകും. അങ്ങനെയായിരുന്നു ആ നിയമം അന്നുണ്ടാക്കിയെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റേറ്റുകൾ തമ്മിൽ ഇതിനകത്ത് സെയിൽ നടത്തുമ്പോഴത്തേക്കും സെൻട്രൽ സെയിൽസ് ടാക്സ് അപ്ലൈ ആകും. ഇപ്പോൾ കേരളവും തമിഴ്നാടും നമ്മൾ വിൽക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ഡീലർ കേരളത്തിൽ വിൽക്കുകയാണെങ്കിൽ അയാൾ അന്ന് സെൻട്രൽ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യും. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് വേറെ ഉണ്ട്, എന്നാലും സെൻട്രൽ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യും. എന്നിട്ട് സ്റ്റേറ്റ് ജനറൽ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്ത് പിന്നെ സ്റ്റേറ്റിൽ സെക്കൻഡ് സെല്ലർ തൊട്ട് ആൾക്കും ഒന്നും കളക്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് സെൻട്രലിന് ഒത്തിരി ടാക്സേഷൻ ഉണ്ടായിരുന്നു. ജഗത്ത് ചോദ്യം, എത്ര ടാക്സേഷൻ ഉണ്ട് ഒരാൾക്ക്? ഇൻകം ടാക്സ് വേറെ സബ്ജക്റ്റാണ്. സെൻട്രൽ എക്സൈസ് ഉണ്ടായിരുന്നു, എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ടാക്സേഷനും ഈ ഇൻഡയറക്ട് ടാക്സിൻ്റെ റെജീമിലുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് പല തരത്തിൽ ഔട്ട്ലിക്കാം. ഇപ്പോൾ സർവീസ് ടാക്സ് എന്താണെന്ന് അപ്പോൾ ജഗത്തിന് സംശയം തോന്നും. സെയിൽ ടാക്സ് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് സെയിൽ ടാക്സ് വേണ്ടത്. ഓക്കെ. ഒരു മെറ്റീരിയൽ ഞാൻ ജഗത്തിന് വാങ്ങിച്ചാൽ അതിന് സെയിൽ ടാക്സ് വരും. പക്ഷേ ജഗത്ത് എനിക്ക് സർവീസ് ചെയ്ത് തരികയാണെങ്കിൽ അതിന് സർവീസ് ടാക്സ് ആണ്. ഇത് റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 90s ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ് ടാക്സ്. എന്ന് വെച്ചാൽ ഈ ഇന്ത്യ ഗവൺമെൻറ് നോക്കിയപ്പോഴത്തേക്കും ഗുഡ്സിൻ്റെ ടാക്സിൻ്റെ ലോകത്ത് എല്ലായിടത്തും ടാക്സേഷൻ ഉണ്ടാകും. പക്ഷേ ഈ സർവീസസ് ഒന്നിനും ടാക്സബിൾ അല്ല. ഒരു ഡോക്ടർ സർവീസ് ചെയ്താലും, അഡ്വക്കേറ്റ് സർവീസ് ചെയ്താലും, ചാർട്ടേഡ് സർവീസ് ചെയ്താലും, ഒരു ഇലക്ട്രീഷ്യൻ സർവീസ് ഒന്നിനും ടാക്സ് ലഭിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രൊഫഷണൽ നോളജും മറ്റുള്ള എക്സ്പീരിയൻസും എല്ലാം ടാക്സ് ചെയ്യപ്പെടാതിരിക്കുകയാണ്. അങ്ങനെ ടാക്സ് ചെയ്യപ്പെടുമ്പോൾ ഒത്തിരി റവന്യൂ അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റി, അതിന് ടാക്സേഷൻ ഇമ്പോസ് ചെയ്തപ്പോൾ. അതിൽ ആ സമയത്ത് സർവീസ് സെക്ടർ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തു. സർവീസിന് ഇമ്പോർട്ടൻസ് വന്നു. ഇന്ത്യ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കുറച്ച് പേരുടെ താവളമായി മാറി. അപ്പോൾ പലർക്കും അങ്ങോട്ട് സർവീസ് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ഇല്ലാത്തൊരു ചോദ്യം വന്നു. അതിനൊരു സർവീസ് ടാക്സ് വന്നപ്പോൾ സർവീസ് ടാക്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ റവന്യൂയിലേക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ
ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആദ്യം നമുക്ക് ജനറൽ സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് തോന്നി ഈ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ടാക്സേഷൻ എല്ലാം ഒന്ന് ഏകീകരിക്കണം. അത് മാത്രമല്ല, സെയിൽസിന്മേൽ തന്നെ ഒരാൾ 100 രൂപയുടെ സാധനം വാങ്ങിക്കുന്നു, അയാൾ അത് 110 രൂപയ്ക്ക് വിൽക്കുന്നു, അതാൾ 120 രൂപ വിൽക്കുന്നു, അത് 130 രൂപ, അങ്ങനെ പലതരത്തിൽ വിൽക്കുമ്പോൾ ഈ വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, പൈസ കൂടുന്നുണ്ട്, ചെറിയ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് സർക്കാരൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് വാല്യൂ ആഡ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. വാല്യൂ ആഡ് ടാക്സ് വന്നപ്പോൾ ആ വാല്യൂ ആഡ് ടാക്സ് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് തന്നെയായിരുന്നു, സെൻട്രലിന് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ വാല്യൂ ആഡ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 10 വർഷം ആ വാല്യൂ ആഡ് ടാക്സിലൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. ആക്ച്വലി വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇന്ത്യ മുഴുവനും ഒരു GSTയുടെ കൺട്രോൾ വരാനുള്ള ഒരു ഏകീകരണത്തിൻ്റെ വരാനുള്ള ഒരു പാത ഒരുക്കാനാണ് വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് വാറ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ആ വാറ്റ് നമുക്ക് കുറച്ച് വർഷങ്ങളുള്ള നമ്മൾ എക്സ്പീരിയൻസ് ആയി. വാല്യൂ ആഡ് ടാക്സ്, പ്രോഫിറ്റ് ആഡ് ചെയ്തനുസരിച്ച് ടാക്സ് കൊടുക്കും. അപ്പോൾ സിംഗിൾ പോയിന്റ് ടാക്സ് പോയി, വാല്യൂ ടാക്സ് വന്നു. അപ്പോഴും സർവീസ് ടാക്സ് വേറെ ലെവലിൽ വർക്ക് ചെയ്തു. സർവീസ് ഓറിയൻറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് സർവീസ് ടാക്സ്, പിന്നെ വർക്ക്സ് കോൺട്രാക്റ്റ് ഉണ്ട്, കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന വർക്ക്സ് കോൺട്രാക്ട് ടാക്സ്, സെയിൽ ടാക്സ് ഉള്ളവർക്ക് GST, വാറ്റ്, സർവീസ് ടാക്സ്, വർക്ക്സ് കോൺട്രാക്ട്, വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, എക്സ്ട്രാ ടാക്സ്, അന്നേരം ഉണ്ട് പല ടാക്സുകളുണ്ട്. ഇതെല്ലാം ഇന്ത്യ ടാക്സിന്റെ പരിധിയിൽ വരും. ഇന്ത്യ ടാക്സ് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ഡയറക്ടറിലേക്ക് വരുമ്പോൾ പറയാം, ചെറുതായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് ഇന്ത്യ ടാക്സ് എന്ന് പറയാൻ, എന്തെങ്കിലും എന്താ സംഭവം എന്ന് പറയാം. ഇതിൻ്റെ ഈ വാല്യൂ ടാക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഫെമിലറൈസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഫെമിലറൈസ് ചെയ്തതിന് ശേഷം GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. GST വന്നപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇന്ത്യ മുഴുവൻ ഒറ്റ റേറ്റായി. വാല്യൂ ടാക്സ് അത്ര ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സ്റ്റീലിന് ഇന്ത്യ ഒറ്റ റേറ്റാണ്, സിമെൻറ്റിന് ഇന്ത്യ ഒറ്റ റേറ്റാണ്. ടാക്സ് റേറ്റ് വന്നത്, ടാക്സ് റേറ്റ് അങ്ങനെ വിലയല്ല, ടാക്സ് റേറ്റ്. ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിന് മുഴുവൻ ഏത് സ്റ്റേറ്റിലും ഒരേ റേറ്റാണ്. അപ്പോൾ ഒരു ഗുണം വന്നു, നമ്മൾ എല്ലായിടത്തും ഒരു ഏകീകരണം വന്നു ടാക്സിൻ്റെ ഇതിൽ. അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഇന്ത്യയിലുള്ള ഇൻഡയറക്റ്റ് ടാക്സിനെല്ലാം നമ്മൾ അബോളിഷ് ചെയ്തു. എക്സൈസ് ഡ്യൂട്ടി വേണ്ടെന്ന് വെച്ചു. സർവീസ് ടാക്സ് ഇത് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തു. എക്സ്ട്രാ ടാക്സ് വന്നില്ല. അങ്ങനെ എല്ലാ ടാക്സേഷനും മാറ്റിയിട്ട് എല്ലാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ആ GST തന്നെ എല്ലാം ഏകീകരിച്ചു. ഗുഡ്സ് ആണെങ്കിലും സർവീസിനാണെങ്കിലും എല്ലാം GSTയുടെ ഒരു ഏകീകരണത്തിൽ വന്നിട്ട് ഒരു കളക്ഷൻ പോയിൻ്റായി. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗിൽ എക്സൈസ് ഡ്യൂട്ടി അങ്ങ് പോയി. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഇവിടെ ഉണ്ടായി. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായി. ബാക്കിയുള്ള മെയിൻ ഇൻഡയറക്റ്റ് ടാക്സ് എല്ലാം വാനിഷ് ചെയ്തു. 1-2 പ്രൊഡക്ട്സിന് മാത്രം അപ്പോഴും വാറ്റിന് മുമ്പുള്ള GST ജനറൽ സെയിൽസ് ടാക്സ് ഇപ്പോഴും ആപ്ലിക്കേഡ് നിർത്തി. ചില മെയിൻ പ്രൊഡക്ട്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, ലിക്കർ, ഇതിലൊക്കെ GST മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ്. അതിന് വേറെ ചില കാര്യങ്ങളാണ് പിന്നെ സംസാരിക്കും. അത് GST ആണ് ഇപ്പോൾ. പഴയ GST ജനറൽ സെയിൽസ് ടാക്സ്, KGST, കേരളത്തിൽ KGST, തമിഴ്നാട്ടിൽ TGST, അങ്ങനെ വന്നു. കർണാടകയിൽ KGST, കർണാടക അത് ആ ടാക്സിന് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒറ്റ ഏകീകരണമാണ്. നമുക്കെപ്പോഴും സൗകര്യമായി 1-2 ഐറ്റംസ് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഇനി എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് ചോദിക്കുക? ഒരു കസ്റ്റമർ ഡയറക്റ്റ് സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് ഡയറക്റ്റ് ടാക്സും, ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സും വരും. ഇൻഡയറക്റ്റ് ആയിട്ട് അയാളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളെ കളക്ട് ചെയ്യുന്ന ടാക്സ് സർക്കാരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല. ആ പ്രൊഡക്റ്റിൻ്റെ വാങ്ങുന്നതിൻ്റെ കൺസിഡറേഷൻ്റെ പുറകെയാണ് കൂടുതൽ പോകുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ ഞാൻ GST കൊടുക്കുന്നത് ഡയറക്റ്റ് കസ്റ്റമർക്കാണ്, അല്ല സെല്ലർക്ക്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ആൾക്കാണ്. ഞാൻ ആരുടെ അയാൾക്കാണ് അയാളെ കൊടുക്കുന്നത്. അയാൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നത് അയാളുടെ കാൽക്കുലേഷൻ വഴി അടയ്ക്കും. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാരിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നുള്ളൂ. അതിന് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ അവിടെ ഒരു സർക്കുലേഷൻ നടക്കും. ഡയറക്റ്റ് ആയിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ടാക്സിന് ഡയറക്റ്റ് ടാക്സ് പറയും. ഇൻകം ടാക്സ് ഡയറക്റ്റ് ആയിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ GST എവോൾവ് ചെയ്ത് ഇങ്ങനെയാണ്. GST ഇപ്പോൾ നമ്മൾ പോയിട്ടൊരു സാധനം വാങ്ങിയാലും നമ്മൾ പോയിട്ടൊരു സർവീസ് വാങ്ങിയാലും GST ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, GST ലയബിലിറ്റി ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിൻ്റെ റവന്യൂ ആണ് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽസ് ആയിട്ടും റോഡായിട്ടും എല്ലാം വരുന്നത്. മറ്റേ സാനിറ്റേഷൻ മറ്റെല്ലാ സ്ഥലത്തും മാറുന്നതെല്ലാം കൂടുതലാണോ ശരിക്കും പറഞ്ഞാൽ ഈ തുക? ശരിക്കും ഈ റവന്യൂ കൂടും. കാരണം ഈ കളക്ഷൻസ് എല്ലാം സെൻട്രലൈസ് ചെയ്തു. പണ്ടൊരു സ്റ്റീൽ മാനുഫാക്ചർ ആണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ആദ്യം അടയ്ക്കണം, പിന്നെ GST അടയ്ക്കണം, അല്ലെങ്കിൽ വാറ്റ് അടയ്ക്കണം.
പഴയ GST പഴയ വാറ്റ് അടയ്ക്കണം. ഇതായത് ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് ഒന്നും വേണ്ട, അയാൾക്ക് ജസ്റ്റ് ഈ പറഞ്ഞ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുത്താൽ മതി. ഇൻകം ടാക്സ് അയാളുടെ സബ്ജക്റ്റാണ്, നമുക്ക് പുറത്തുള്ള അയാളോട് ഡീൽ ചെയ്യുന്ന ആരും അറിയേണ്ട ആവശ്യമില്ല, അയാൾ മാത്രം അടച്ചാൽ മതി. ഇൻഡയറക്റ്റ് ടാക്സ് അയാൾ അടയ്ക്കുമ്പോഴത്തേക്കും എക്സിക്യൂട്ടീവ് അയാൾ സേഫായി. എക്സിക്യൂട്ടീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല തട്ടിപ്പ് നടത്തുമായിരുന്നു, പല വെട്ടിപ്പ് നടത്തുമായിരുന്നു. എക്സിക്യൂട്ടീവ് ലിമിറ്റ് അന്ന് 1.5 കോടിയാണ്. 1.5 കോടിക്ക് മുകളിൽ മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇല്ലാത്തവർക്ക്. അപ്പോൾ ഒരു സ്ഥാപനം ഒരു 5 കോടി ഉണ്ടെങ്കിൽ അയാൾ 3 യൂണിറ്റായിട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ 4 യൂണിറ്റായിട്ട് മാറ്റിയിട്ട് 1.5 കോടി താഴെയാക്കി വരും. കാരണം 18% എക്സിക്യൂട്ടീവ് അടയ്ക്കണം, അല്ലെങ്കിൽ 20% അടയ്ക്കണം. എക്സിക്യൂട്ടീവ് ഇല്ലാതെ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് ഇത് ടാക്സ് ഇല്ല, ഉള്ളവർക്ക് ഈ ടാക്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മാനുഫാക്ചർക്ക് എക്സിക്യൂട്ടീവ് അടച്ചാൽ വിൽക്കാൻ പറ്റില്ല. സാധാരണ മാനുഫാക്ചർക്ക് എക്സിക്യൂട്ടീവ് ഇല്ലാതെ വിൽക്കാൻ പറ്റും, അയാൾക്ക് 18% ഡിഫറൻസ് ഉണ്ട്. ഒരു കാരണവശാലും ഈ കോമ്പറ്റീഷനിൽ നല്ലൊരു മാനുഫാക്ചർ രക്ഷപ്പെടില്ല, ക്വാളിറ്റി ഉള്ളവനും രക്ഷപ്പെടില്ല. ഇപ്പോൾ റേറ്റ് എല്ലാം മാറിയതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല, ഗ്രോത്ത് തന്നെ അവിടെ വെച്ചാൽ ഏകീകരണമായി. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വ്യക്തിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് GST പിന്നെ ഇൻകം ടാക്സുമായിട്ട് മാറി, ബേസിക് ആയിട്ട്. ബാക്കിയുള്ള നേരത്തെ ആപ്ലിക്കബിൾ അല്ല. ഈ GST ഇപ്പോൾ എത്ര ശതമാനം? അതിൻ്റെ ഒരു GSTക്ക് പല പ്രൊഡക്റ്റിനും പല റേറ്റാണ്, ഓരോന്നിനും പല റേറ്റ്, ഓരോ പ്രൊഡക്റ്റിനും റേറ്റ്. ഇലക്ട്രിക് ഐറ്റത്തിൻ്റെ റേറ്റ് നോർമലി GST സ്റ്റാർട്ട് ഫ്രം 5%, 3% ഉണ്ട്. ഗോൾഡിനൊക്കെ 3% ആണ്. 5% ഐറ്റംസ് ഉണ്ട്, 12% ഉണ്ട്, 18 ഉണ്ട്, 28% ഉണ്ട്. 12% to 18% എല്ലാം ഓൾമോസ്റ്റ് കോമൺ ടാക്സേഷനാണ്. ഞാനൊരു പ്രൊഡക്റ്റ് ജഗത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ജഗത്ത് എനിക്ക് GST ബില്ല് തരും. അപ്പോൾ ആ ബില്ല് സപ്പോസ് അതിനൊരു 18% ആണ്. ആ ബില്ലുള്ള GST ഞാൻ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റ് എൻ്റെ യൂസിനല്ല, എനിക്ക് മറച്ചു വയ്ക്കാനാണെങ്കിൽ ജഗത്ത് എനിക്ക് തരുന്ന ആ GST ബില്ലുള്ള GST എനിക്ക് ഇൻപുട്ടാണ്. സപ്പോസ് ജഗത്തിനൊരു 1 ലക്ഷം രൂപ മെറ്റീരിയൽ എനിക്ക് തരുന്നു, ഒരു 18% GST ചേർത്ത് 1,14,000 ഞാൻ ജഗത്ത് തരികയാണ്. അപ്പോൾ അതിന് 1 ലക്ഷം രൂപ പ്രൊഡക്റ്റ് 18% GST 1,14,000 ഞാൻ ജഗത്ത് തരികയാണ്. ഈ മെറ്റീരിയൽ ഞാൻ 1,20,000 വിൽക്കുക, 20% പ്രോഫിറ്റ്. അതിനൊരു 18% GST ഞാൻ കളക്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് പറയുക, ഒരു 21,000 രൂപ സപ്പോസ്. അങ്ങനെ 21,000 രൂപ GST ഞാൻ കളക്ട് ചെയ്തിട്ട് 1,20,000 പ്ലസ് GST 1,40,000 രൂപ വിൽക്കുകയാണ്. ഞാൻ ജഗത്തിൽ തന്ന 18,000 രൂപയാണ്. ഞാൻ മറ്റേ ആൾക്ക് വിറ്റപ്പോൾ കളക്ട് ചെയ്ത് 21,000. ജഗത്തിൽ തന്ന GST കഴിഞ്ഞിട്ട് കുറച്ചിട്ട് 21 നിന്ന് 18 കുറച്ചിട്ട് ബാക്കി 3,000 GST എനിക്ക് അടയ്ക്കാൻ സർക്കാരിലേക്ക് ആവശ്യമുള്ളൂ. കാരണം അത് ജഗത്ത് തന്ന GST എനിക്ക് ഇൻപുട്ടായി. അപ്പോൾ ഞാൻ സർക്കാരിലേക്ക് പോകുന്നത് 3,000 രൂപ. ഇനി ജഗത്ത് വേറെ ആൾ വാങ്ങിച്ചാൽ ജഗത്ത് ഒരു 2,000 രൂപ അടച്ചിട്ടുണ്ടാവും. മെയിൻ മാനുഫാക്ചറർ അയാൾ അടയ്ക്കും കുറച്ച് പൈസ, കാരണം അയാൾക്ക് കുറേ റോ മെറ്റീരിയൽ പർച്ചേസ് ഉണ്ടാവും, അതിന് കുറച്ച് GST ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി അയാൾ സർക്കാരിലേക്ക് അടക്കും. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ സർക്കാരിൽ കിട്ടുന്നത് പല പോയിന്റുകളിൽ കൂടി ഒരു 21,000 രൂപ കിട്ടും. അതെല്ലാം ഓരോ GST രജിസ്ട്രേഷൻ ഉള്ളവരും ഇങ്ങനെ കളക്ട് ചെയ്ത് അടച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും അറിയുന്നില്ല, ഇൻഡയറക്റ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സർക്കാരിന് എല്ലാം കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ജഗത്തിന് ഇപ്പോൾ സർക്കാരിലേക്ക് ആകെ കിട്ടുന്ന നമ്മൾ ടോട്ടൽ എൻ്റെ ഫൈനൽ സെയിൽ വാല്യൂൻ്റെ ടോട്ടൽ ഫിഗർ എത്രയാണോ അതിൻ്റെ GST സർക്കാരിലേക്ക് നക്ഷൽ കിട്ടുള്ളൂ. പല പോയിന്റിൽ കൂടി പോകും, ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യും. 1,000, 500, 2,000, 3,000 കൊണ്ട്. അതാണ് ഈ GSTയുടെ പ്രയോജനം. വാറ്റിലും ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റേറ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് സ്റ്റേറ്റ് തമ്മിൽ വ്യത്യാസമില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് അടയ്ക്കേണ്ട സംഭവം വരുന്നില്ലല്ലോ, ഈ കച്ചവടത്തിൽ കൂടെ തന്നെ ഇത് സംഭവങ്ങൾ നടന്നു പോയിക്കോളും. ഞാനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വിറ്റാലും കേരളത്തിലേക്ക് വിറ്റാലും സെയിം GST റേറ്റാണ്. അത് മറ്റേ ടാക്സ് പിടിക്കുന്നതിനെ പറ്റി നമ്മൾ പറയാറില്ലേ, പൂവിൽ നിന്നും തേൻ എടുക്കണ പോലെ കാരണം അടിച്ചെടുക്കണമെന്ന് കൊടുക്കുന്ന ജനത്തിന് അറിയണം. ഈ കളക്ട് ചെയ്യുന്ന ടാക്സും അടയ്ക്കുന്ന ടാക്സും ഒക്കെ നമ്മൾ ജനറൽ പറയും ഇതൊക്കെ അഴിമതിക്കാരുടെ സർക്കാർ മന്ത്രിമാരൊക്കെ പെടുമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഉണ്ടെന്ന് വെച്ചാൽ പോലും നല്ലൊരു പെർസെൻറ്റേജ് നമ്മൾ റോഡായിട്ടും റെയിലായിട്ടും ഒക്കെ വ്യോമയായിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ തന്നെ പണിയെടുപ്പിച്ച് നമ്മളോട് തന്നെ കളക്ട് ചെയ്ത് നമുക്ക് തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇന്ത്യയിലും അല്ല ലോകത്തെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അല്ല ഇപ്പം ഈ GST വന്നപ്പിന്നല്ലേ കുറേ കൺസ്ട്രക്ഷനൊക്കെ നന്നായിട്ട് നമ്മുടെ നാടുകളിൽ നടന്നു പോകുന്നതൊക്കെ റോഡുകൾ. തീർച്ചയായിട്ടും. കാരണം GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലല്ല ആദ്യമായിട്ട്. ഈ കൺസെപ്റ്റ് പല രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ത്യ ഒരു കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. പല ഭാഷകൾ സംസാരിക്കുന്ന, പല ജീവിതശൈലികളുള്ള, പലതരത്തിലുള്ള ആളുകളുള്ള ഒരു വലിയൊരു രാജ്യമാണ് ഇന്ത്യ. ഓരോ രാജ്യത്തിനും ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ തമിഴ് ഭാഷ, അവരുടെ ഭാഷാശൈലിയും മാത്രമല്ല ഭക്ഷണശൈലിയും മാറ്റമുണ്ട്. കേരളത്തിൻ്റെ മലയാളം, നമ്മുടെ ഭക്ഷണശൈലിയും യാത്രാശൈലിയും സ്റ്റൈൽ ഓഫ് ലൈഫും എല്ലാം വ്യത്യാസമുണ്ട്. വീടുകൾ തന്നെ വ്യത്യാസമുണ്ട്.
ഇങ്ങനെ തന്നെ ഒരു കോൺഫെഡറേഷൻ സ്റ്റേറ്റ് പല സ്റ്റേറ്റുകളിൽ കോൺഫെഡറേഷൻ ആയ ഇന്ത്യയിൽ ഈ GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് വൈകിയത് നമ്മുടെ പ്രത്യേകതയാണ്. നമ്മുടെ ഭാഷകളുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് വൈകിയതാണ്. കാരണം ആദ്യം ജനങ്ങളെ ഒരു ഇതാക്കണല്ലോ, അവെയർ ആക്കണല്ലോ. പല ആളുകൾക്ക് ഇപ്പോൾ GST എന്താണെന്ന് അറിയുന്നത് ജസ്റ്റ് GST എന്ന് മാത്രമല്ലേ അറിയുള്ളൂ. അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന GSTയിൽ സെൻട്രൽ സെയിൽസ് ടാക്സും സ്റ്റേറ്റ് സെയിൽ ടാക്സും SGSTയും CGST ആണെന്ന് അവർക്ക് അറിയില്ല. ജഗത്തിനറിയോ SGSTയും CGST എന്ന് അറിയണമെന്നില്ല. കേട്ടുപോയിട്ടുണ്ട്. 18% GST നമ്മൾ പറഞ്ഞു. ജഗത്തിനിക്ക് തന്ന മെറ്റീരിയൽ 18% GST തന്നു. പക്ഷേ ജഗത്തിനിക്ക് ബില്ല് ചെയ്യുമ്പോൾ SGST 9%, CGST 9% ബില്ല് ചെയ്യും. ഞാൻ ജഗത്തിലേക്ക് എന്താ SGST, എന്താ CGST? അത് SGST സ്റ്റേറ്റ് ജനറൽ സെയിൽസ് ടാക്സ്, CGST സെൻട്രൽ സെയിൽസ് ടാക്സ്, ജനറൽ സെയിൽസ് ടാക്സ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജനറൽ ഗുഡ്സ് ആൻഡ് സോറി പഴയ ജനറൽ ഇടയ്ക്കൊക്കെ പഴയ ജനറൽ ഞങ്ങൾ ആ ജനറൽ ആൾക്കാരാണ് പഴയ. അപ്പോൾ SGST CGST എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും എന്തിനാ അത്രയാണോ? അപ്പോൾ ജഗത്ത് പറയും SGST സ്റ്റേറ്റിലേക്ക് പോകുന്ന ടാക്സ്, CGST സെൻട്രലിലേക്ക് പോകും. സെൻട്രൽ അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു വിഹിതം സ്റ്റേറ്റിന് പിന്നെ തരും. അത് അവർ തമ്മിൽ കച്ചവടം. അത് നമ്മളറിയണ്ടല്ലേ? കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കച്ചവടം. അതാണ് ഇപ്പോൾ ബോൾത്തതാണ്. അത് നമ്മുടെ കളക്ട് ചെയ്യുന്ന CGSTന്ന് സെൻട്രലിലേക്ക് സ്റ്റേറ്റിന് കിട്ടുന്ന സബ്ജക്ട് എമൗണ്ട് ആണ്. അത് നമുക്ക് തരണം, അതവർ ചെയ്തോളും. പക്ഷേ സെൻട്രലിലേക്ക് ഞാൻ 9% കൊടുക്കും, സ്റ്റേറ്റിന് 9% കൊടുക്കും. അത് അവർ സ്റ്റേറ്റ് എടുക്കും, യൂസ് ചെയ്യും, സെൻട്രൽ അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്നുകൊണ്ട് നമുക്ക് CGST എത്രയോ അത് വരും. അപ്പോൾ അത് സെൻട്രലിൽ നിന്ന് കിട്ടണം നമുക്ക് കുറച്ചൊക്കെ. കിട്ടാതെ നമ്മുടെ റോഡൊന്നും പണിയാൻ പറ്റില്ല. അതാണ് ബോൾട്ട് പോകുന്നത്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ബില്ല് വരുമ്പോഴത്തേക്കും നമ്മൾ ബില്ലിൽ കൂടിയാണല്ലോ ഇതുമായിട്ട് പരിചയം വരുന്നത്. ഇപ്പം വാറ്റല്ല, ഇപ്പം അതിൻ്റെ ആ രീതി വരുന്ന ഇത്ര ശതമാനം, ആ ശതമാനത്തിനൊരു ഫിക്സേഷൻ വരുന്നില്ല അല്ലേ? ഫിക്സഡ് പല ഐറ്റത്തിന് പലതിനും പല ഐറ്റംസ്. ഫുഡൊക്കെ ആണെങ്കിൽ പല എക്സംഷൻ ഉണ്ട്, എക്സംപ്റ്റഡ് ഗുഡ്സ് ഉണ്ട്. ഇപ്പം മീറ്റിന് വെജിറ്റബിളിന് ഗുഡ്സ് ടാക്സ് ഇല്ല. ഫിഷ് വിറ്റാലോ മീറ്റ് വിറ്റാലോ വെജിറ്റബിൾസ് വിറ്റാലോ ടാക്സേ ഇല്ല. ഫുഡ് നമ്മുടെ കൺസ്യൂം ചെയ്യാനുള്ള ഐറ്റംസ് ആണ്, കഴിക്കാനുള്ള ഐറ്റം, ടാക്സ് ഇല്ല. അല്ല അത് പക്ഷേ അത് ഹോട്ടലിലാവുമ്പോൾ അത് വ്യത്യാസമുണ്ട്. അത് ഹോട്ടലിൽ പുറത്ത് മാറി. ഫുഡല്ല, അത് ഫുഡാണ്. ഇത് നമ്മൾ റോ മെറ്റീരിയൽ പോലെ സാധനമാണ്. ഹോട്ടലാകുമ്പോൾ പുറത്ത് മാറി ഭക്ഷണമാണ്. അവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഹോട്ടലിലെ കിച്ചണിൽ ആ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ സർവീസ് നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. മെറ്റീരിയൽ തരികയല്ല. എന്നാൽ അരി പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിച്ചോളാൻ പറയുന്നില്ല. അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സർവീസ് ചെയ്യുന്നുണ്ട്. ആ സർവീസിന് അദ്ദേഹം ടാക്സ് കളക്ട് അടയ്ക്കാൻ ബാധ്യസ്ഥപ്പെട്ടതാണ് ഉടമസ്ഥൻ. അത് സർവീസാണ്. ആ ഗുഡ്സ് ഫുഡാണ്, സർവീസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ചേരുകയാണ് അവിടെ. അപ്പോൾ അതിന് ചേർന്നിട്ട് 5% ഹോട്ടലിന് GST ഇംപ്ലിമെൻറ്റ് ചെയ്തു. 5% ഉള്ളൂ. കാരണം എന്താ, ഒരു 40-50% ഐറ്റംസ് ടാക്സുകളില്ലാത്ത ഐറ്റംസ് വാങ്ങിയിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് അയാൾ ചെയ്യുന്ന സർവീസിൻ്റെ ടാക്സ് മാത്രമാണ് സിംപ്ലിഫൈ ചെയ്ത് 5% എവിടെ. ഇതിന് ഉള്ളിൽ കയറുമ്പോൾ ഒരു വിശാലമായ ലോകമല്ലേ? കാര്യം നമ്മൾ ഈസിയാണ്. ആ പേരിലൂടെ അങ്ങോട്ട് കയറി GST എന്ന് പറഞ്ഞ 3 പേരിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കോട്ടയം പാസ് പോലെ പിന്നെ ഇത് കണ്ടുകൊണ്ട് പിന്നെ GSTക്കകത്ത് വരുന്ന പിന്നെ ബാക്കിയുള്ള ഒരു ജഗത്തിനെ ഞാൻ വാങ്ങിച്ചപ്പോൾ ജഗത്തിന് ഞാൻ ഇരിക്കുന്നത് കേരളത്തിലാണ്. ജഗത്ത് എനിക്ക് ബില്ല് ചെയ്തപ്പോൾ CGST SGST തന്നു, സെൻട്രലിൻ്റെയും തന്നു, ഇവിടുത്തെ തന്നു. ഇനി ഞാൻ പോയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ കർണാടക ഇരിക്കുകയാണ്. ജഗത്തിന് സാധനം തരുമ്പോഴത്തേക്ക് CGST SGST ബില്ലല്ല എനിക്ക് തരുന്നത്. ഇന്ത്യക്കായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ്. അവിടെ IGST എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ വന്നു. അത് സെൻട്രലിൽ മാത്രമേ ഉള്ളൂ. ഫുള്ള് സെൻട്രലിലേക്ക് പോകും. അത് തമിഴ്നാടും കേരളം തമ്മിലുള്ള ബിസിനസ് അല്ല, 2 സ്റ്റേറ്റ് തമ്മിലുള്ള ബിസിനസ്. അത് IGST ആണ്. IGST നേരെ IGST എടുക്കുമ്പോൾ അതും സ്റ്റേറ്റിന് തിരിച്ചു വരും. ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ജഗത്തിന് വിട്ടു നഷ്ടമില്ല. ജഗത്തിന് IGST അടയ്ക്കണം. ആ IGST ജഗത്തിൻ്റെ പർച്ചേസ് കേരളത്തിൽ തന്നെയാണെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഇൻപുട്ട് എടുക്കാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്കും അത് യൂസ് ചെയ്യാം. ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കർണാടക ഇരിക്കുകയാണ്, എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. അവിടെ IGST വരുന്നു. അതും ആ ബില്ലിൽ തന്നെ പോകുമല്ലേ? ബില്ലിൽ തന്നെ. സ്റ്റേറ്റുകൾ തമ്മിൽ ബില്ല് ചെയ്യുമ്പോൾ IGST, ഓക്കെ. സ്റ്റേറ്റിനകത്ത് ബില്ല് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ GSTയും പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ GST. ഓക്കെ. അപ്പോൾ അതാണ് GSTയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കച്ചവടക്കാരനും GST എടുക്കണം, എല്ലാ സർവീസ് ചെയ്യുന്നവരും GST എടുക്കണം എന്ന് ജഗത്തിനൊരു സംശയം തോന്നണം. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര രൂപ വരെയുള്ള അങ്ങനെ ഇത്ര രൂപ വരെ ടേൺ ഓവർ ഉള്ളവർക്ക് GST രജിസ്ട്രേഷൻ വേണ്ട. അവർക്ക് ബേസിക് ആയിട്ട് ഇത്ര എമൗണ്ട് ലിമിറ്റേഷൻ വരെ ഉള്ളവർക്ക് GST 20 lakhs വരെ
രജിസ്ട്രേഷനിലേക്ക് GST വേണ്ട എന്നാദ്യം വന്നു. പിന്നെ 40 lakhs ആക്കി. ആ GST രജിസ്ട്രേഷന് ഒരു മിനിമം സെയിൽസ് ആണ് നമുക്ക് GST രജിസ്ട്രേഷൻ വേണ്ട. സാധാരണ ഒരു കച്ചവടക്കാരന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അവനൊരു നല്ലൊരു കച്ചവടക്കാരനാണ്, നന്നായിട്ട് ബുക്കൊക്കെ കീപ്പ് ചെയ്യുന്ന, അവനൊരു 10-15 ലക്ഷം രൂപയുടെ സെയിൽസിനായി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒത്തിരി പേരുകൾ, അവർക്കൊന്നും GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. പക്ഷേ എങ്കിൽ പോലും അവൻ വിൽക്കുന്ന സാധനങ്ങളിൽ GST വരുന്നില്ലേ? അവൻ വാങ്ങിക്കുന്നത് GST ഉണ്ടാവും. അദ്ദേഹം GST കളക്ട് ചെയ്യാതെ അദ്ദേഹം GST കൊടുക്കുന്നുണ്ട്. GST കളക്ട് ചെയ്യാതെ അവരുടെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നു. അദ്ദേഹവും കുറേ കൂടി GST ഇല്ലാത്ത അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ വർക്കിങ്സ്, അതിൻ്റെ റിട്ടേൺ ഫയലിങ്, അതിൻ്റെ കണക്ക് അവതരിപ്പിക്കുക, അതിൽ നിന്നൊക്കെ അദ്ദേഹവും ഫ്രീ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും അയാൾ അവിടെ കൊടുത്ത പൈസ അയാൾക്ക് കിട്ടുന്നില്ലല്ലോ. കിട്ടില്ല. GST ഒരിക്കലും നമ്മൾ കസ്റ്റമർ പോലും GST കൊടുത്ത വെച്ച് കിട്ടില്ല. കാരണം GST അതിനകത്ത് ഓൾറെഡി അദ്ദേഹത്തിന് ആ GST ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം GST കളക്ട് ചെയ്ത് അടയ്ക്കുമ്പോൾ മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോഴും അദ്ദേഹം വിൽക്കുന്ന ഒരു വാല്യൂ അഡീഷണൽ പൈസ കൂടുതൽ അടയ്ക്കണം. ഇപ്പോൾ ഞാനാണ് GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ജഗതിൻ്റെ നിന്ന് ഞാൻ വാങ്ങിച്ച ഐറ്റത്തിന് ഞാൻ GST കൊടുത്തുപോയി, തന്നില്ല. പക്ഷെ ഞാനത് മറിച്ച് വിൽക്കുന്നുണ്ട്. അത് ഞാൻ GST രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രോഫിറ്റിന്മേൽ വരുന്ന വാല്യൂ അഡീഷണൽ വരുന്നതിനാണ് GST അടയ്ക്കണം. ഞാൻ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സത്യത്തിൽ ലാഭമാണ്. ഞാൻ കളക്ട് ചെയ്ത എമൗണ്ട് ചിലപ്പോൾ GSTയും കൂടി മനസ്സിലാലോചിച്ചുകൊണ്ട് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഒരു വാല്യൂ അഡീഷൻ ഉണ്ട്. പക്ഷേ ഞാൻ GST അടയ്ക്കേണ്ട, എൻ്റെ ടേൺ ഓവർ ലിമിറ്റ് താഴെയാണ് GST അടയ്ക്കുന്നില്ല. ആക്ച്വലി ആ GSTയുടെയും കൂടി പോർഷൻ ഞാൻ പ്രോഫിറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ലാഭം ഉണ്ടാവും. സ്വാഭാവികം അത് സർക്കാർ അദ്ദേഹത്തിന് വഹിച്ചു കൊടുക്കും. കുഴപ്പമില്ല. കാരണം ബിസിനസിൻ്റെ സ്റ്റൈലും കൂടെ നോക്കിയിട്ട് ഈ MRPയിൽ ഇത് കയറി വരാൻ അങ്ങനെ വരുമോ? അല്ല, MRP എന്ന് പറഞ്ഞാൽ മറ്റേ മാക്സിമം റിറ്റെയിൽ പ്രൈസ് ഇൻക്ലൂഡിങ് ടാക്സിലുള്ള പ്രൈസിൽ MRPയും കൂടി ചേർത്തിട്ടാണ്, ടാക്സിനും ചേർത്തിട്ടാണ് MRP വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു കവറിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് MRP വന്നാൽ മാക്സിമം റിറ്റെയിൽ പ്രൈസ്, അതിനകത്ത് എക്സ്ട്രാ GST ഇല്ല, ഇൻക്ലൂഡിങ് GST ആവും. ആണല്ലേ? അതാണ് കൺസെപ്റ്റ്. അത് MRPയും GST ആയിട്ട് ബന്ധമില്ല. MRP എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേറൊരു സബ്ജക്റ്റാണ്. അത് മറ്റേ ഈ ടാക്സ് നമ്മുടെ മാക്സിമം റിറ്റെയിൽ പ്രൈസിന് മുകളിലേക്ക് സാധനം വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെന്റ്. പക്ഷേ ചിലയിടത്ത് ഈ പരാതി പോലെ കാണാറുണ്ട്. കാരണം വെച്ചാൽ തന്നെ GST കളക്ട് ചെയ്യുന്നത്. ആക്ച്വലി GST കളക്ട് ചെയ്യാൻ പാടില്ല. MRPക്ക് താഴെ MRPക്ക് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി അവർ അതിൻ്റെ ആ GST ഒക്കെ അവർ പെയ്ഡ് അടച്ചിട്ടുണ്ടാവും. GSTക്ക് അകത്താണുള്ള എല്ലാം വരുമല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് GSTയുടെ മാക്സിമം റിറ്റെയിൽ പ്രൈസ് MRP. അപ്പോൾ നമ്മൾ ഒരു പേസ്റ്റ് വാങ്ങിയ MRP ഉണ്ടാവും, ഒരു മൊബൈൽ വാങ്ങിയ MRP ഉണ്ടാവും. അതിൽ താത്തിയാക്കി വിൽക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അയാൾ ഇഷ്ടമാണ്. അതിന് മുകളിൽ വിൽക്കാൻ പറ്റില്ല. അതിന് മുകളിൽ വിൽക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജഗത്ത് കംപ്ലൈൻറ്റ് ചെയ്യണം. MRP ഇല്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ. സ്റ്റീല് MRP ഉണ്ടാവുന്നില്ല. പക്ഷെ അതിന് GST ഇടാം. അതിനകത്ത് MRP വരുന്നില്ല. ബേസിക്കലി ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, കവർ പ്രൊഡക്ട്സ്, പാക്കറ്റ് പ്രൊഡക്ട്സിനൊക്കെയാണ് MRP ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ചാൽ MRP ആണ്. അത് കൂട്ടി വയ്ക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നും പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ പേടിച്ച് അപ്രോച്ച് ചെയ്യേണ്ട സംഭവമല്ല ഒരു ബിസിനസ്. അതിൻ്റെ ഓരോ സബ്ജക്റ്റുകൾ, അതിൻ്റെ ഓരോ തലങ്ങൾ മനസ്സിലാക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ ശരിക്കും എൻ്റർടൈൻ ചെയ്യും, എൻജോയ് ചെയ്യിക്കും. ഞാൻ എപ്പോഴും പറയുന്നത്, ഏത് ബിസിനസ് നടത്തുന്ന ആൾക്ക് രാവിലെ എണീറ്റ് ഫ്രഷായി കഴിഞ്ഞാൽ സ്വന്തം ബിസിനസ് അവതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള ആഗ്രഹം ഉണ്ടാകണം. അതുപോലെ തന്നെ ഷോപ്പ് അടയ്ക്കാൻ എത്രയും പെട്ടെന്ന് വൈകി അടയ്ക്കാനുള്ള തോന്നലായിട്ടുണ്ടാകും. അങ്ങനെ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സ്ഥാപനം അദ്ദേഹത്തിന് സന്തോഷവും ആത്മവിശ്വാസവും സാമ്പത്തികമായ സ്വാതന്ത്ര്യമൊക്കെ പ്രദാനം ചെയ്യുമ്പോഴാണ്. അതിലേക്ക് അദ്ദേഹം എത്തണമെങ്കിൽ ആ ഷോപ്പിനെ അദ്ദേഹം പുറത്ത് നോക്കണം, എവിടെയാണ് എന്താണ് പാളിച്ചത്. ആ പാളിച്ച മനസ്സിലാക്കുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ കഴിവൊഴിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം GST അടപ്പിക്കലോ ഇൻകം ടാക്സ് അടപ്പിക്കലോ അല്ല, ആ പാളിച്ച മനസ്സിലാക്കി കൊടുക്കലാണ്. പാളിച്ച മനസ്സിലാക്കി കൊടുക്കുന്ന വ്യക്തി, സാറേ ഞാൻ ഈ വർഷം ഇൻകം ടാക്സ് 10 ലക്ഷം അടച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ സന്തോഷം പറയും, ഇല്ലാത്ത പൈസ എല്ലാം അടച്ചിരിക്കുന്നത്, ഞാൻ കൃത്യമായിട്ട് അടച്ചു, എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായി. 10 ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് വേണം. അതിന് 50 ലക്ഷം പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കുക. സപ്പോസ് 50 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ എനിക്കൊരു മാസം 4 ലക്ഷം രൂപ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അവിടെ എന്താ 10 ലക്ഷം അടച്ചാൽ എന്താ കുഴപ്പം? അടുത്ത വർഷം ഞാൻ 1 കോടി ടാക്സ് അടയ്ക്കും എന്ന് പറയുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഔട്ട്ലൈനുകൾക്ക് സാധിച്ചാൽ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടാവും. സത്യം. കാരണം ഞാൻ പ്രതിദാനം ചെയ്യുന്നത്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർക്കാരിനും സമൂഹത്തിനിടയിലുള്ള ഇൻ്റർമീഡിയറ്ററിയാണ്. മൊത്തം എൻ്റെ ക്ലയൻസിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ സർക്കാരിനറിയാം ഞാൻ ഈ ക്ലയൻസിന് ടാക്സ് വാങ്ങിച്ച് കൊടുക്കും.
അപ്പോൾ എനിക്ക് ക്ലയൻറ്റിനോട് സംസാരിക്കണം, ഞാൻ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നറിയാം, സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ടാക്സ് വാങ്ങിച്ചു തരും. ഇന്നലെ ഉണ്ടായ അനുഭവം പറയാം. ഇന്നലെ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു GST ഇൻസ്പെക്ഷൻ നടന്നു. ക്ലയൻറ്റ് ഇൻസ്പെക്ഷൻ നടന്നപ്പോഴത്തേക്കും ക്ലയൻറ്റ് 2 സ്ഥാപനത്തിൽ അടച്ചുപൂട്ടി ഇൻസ്പെക്ഷൻ നടന്നു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പേടിക്കണ്ട. അവർ 2 ക്ലയൻറ്റിൽ നിന്ന് മറ്റേ ഒരു പേപ്പർ എഴുതി വാങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ ക്ലയൻറ്റ് ലേഡിയായിരുന്നു. അവർ ടോയ്ലറ്റിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു. 2 പ്രാവശ്യം 3 പ്രാവശ്യം വിട്ട് വിളിച്ചു, ടോയ്ലറ്റിൽ നിന്ന് വിളിച്ചു. ഞാനിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് അവർ ടോയ്ലറ്റിൽ ഇടയ്ക്ക് വിളിച്ചു. അപ്പോൾ എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല, അതൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ എന്നോടൊന്നും വിളിക്കാൻ പാടില്ല, ചാട്ടോടൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചപ്പോൾ ഞാൻ ഇന്നതൊക്കെ പറയാൻ പറഞ്ഞു, ഇന്നതൊക്കെ എഴുതിയാൽ മതി, ഒബ്ജക്ഷൻ എഴുതിയിരിക്കണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി വേണമെന്ന് ഞാൻ പറഞ്ഞു. അവരോട് തരില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കോപ്പി ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ ഞാൻ ചെയ്യും, ആ എഴുതുന്നതിന് മുമ്പ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം എഴുതി ഒപ്പിടാൻ പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. കമ്മീഷൻ എന്നെ വിളിച്ചു, മതി അവർ ഒപ്പിടുന്നില്ല. നമ്മൾ സാറേ വേറെ ഒന്നുമില്ല, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി വേണമെന്ന് പറഞ്ഞ് എഴുതി അവർ ഒപ്പിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് എഴുതി ഒപ്പിട്ടിട്ട് കുഴപ്പമില്ല. എന്നിട്ട് കസ്റ്റമർ എന്നെ വിളിച്ചോ, അവർ ഒപ്പിടാൻ സമ്മതിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഒപ്പിടാതെ, അപ്പോൾ അവർ ഒപ്പിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ഭീഷണിയിലേക്കായി. അറസ്റ്റ് നടക്കും, ഒന്നും വേണ്ട. ഞാൻ വീണ്ടും കമ്മീഷൻ വിളിച്ചു, സാറേ ഇന്ന പോലെയാണ്. മജു എനിക്ക് ഇതിനകത്ത് വിളിക്കാൻ ഇനി താല്പര്യമൊന്നുമില്ല, അത് ഒപ്പിടാൻ പറ്റില്ലെങ്കിൽ ഒപ്പിടണ്ടാവുക, ഞാൻ വേറെ വഴി നോക്കണം. ശരി സാറേ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഒരു അവകാശവാദമൊന്നും പറഞ്ഞില്ല. ഞാൻ കസ്റ്റമർ പറഞ്ഞ് ഒപ്പിടാതെ നിങ്ങൾ കോപ്പി തരാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ പറഞ്ഞു ഒപ്പിട്ടിട്ട് കോപ്പി തരാമെന്ന് പറഞ്ഞു. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരത് പറഞ്ഞു. അവസാനം എനിക്ക് അവർ വിളിച്ചത് ഓരോ പേജ് ഒപ്പിട്ടിട്ട് ഫോട്ടോ കോപ്പി എടുക്കാൻ സമ്മതിക്കും. ഓരോ പേജ് ഒപ്പിട്ടിട്ട് ഒപ്പിടുന്നു, ഫോട്ടോ കോപ്പി എടുക്കുന്നു, അടുത്ത പേജ് ഒപ്പിടുന്നു, ഫോട്ടോ കോപ്പി എടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പേജും ഒപ്പിട്ട് ഫോട്ടോ കോപ്പി എടുത്തു. ആര് വിജയിച്ചു? ആദ്യമായിട്ട് ഇവിടെ തന്നെ ആദ്യം നമ്മൾ വിജയിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്നവൾ വിജയിച്ചു. നമുക്ക് ആവശ്യം കോപ്പി വാങ്ങിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുന്ന ആളാണെങ്കിലും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നെങ്കിലും ആ റെസ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറത്ത് എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ബോധവൽക്കരിക്കപ്പെടുന്നു. ഞാൻ അറിയുന്നു എൻ്റെ അവകാശത്തെക്കുറിച്ച്. ഞാൻ ബോധവൽക്കരണമാണ് എൻ്റെ അവകാശം എന്താണെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ബോധവൽക്കരിക്കപ്പെട്ട് ഞാൻ ബോധവാനാണെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് സൊസൈറ്റിയോടും ആ GST ഡിപ്പാർട്ട്മെൻറ്റും. അതാണ് നമുക്ക് വേണ്ട ആദ്യം. കാരണം ആ ഒരു വ്യവസായിക്ക് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന് അവൻ്റെ അവകാശങ്ങളും അറിയാൻ അവകാശമുണ്ട്. അതാണ് സത്യത. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാതെ കോപ്പി തരാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തലസ്ഥാനം തരേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളപ്പോഴും ആ GST ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കാതിരിക്കുന്നില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള വരുമാനം ഞാൻ എൻ്റെ എഫർട്ട് വെച്ച് ബിസിനസ് ചെയ്ത് ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ആ ടാക്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം എന്ന് ഞാൻ അറിയാതെ പറയുകയാണ്. അത് ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കേസ് തീരുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആരും പേടിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ജഗത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ എൻ്റെ വിശ്വാസം, അല്ലേ? കാരണം വെച്ചാൽ ഇത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിവുണ്ടാവുക. സാധാരണ ഒരു ബിസിനസ് നടത്തുന്ന ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവില്ല. ഒരു പ്രോബ്ലം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു അഡ്വൈസറുടെ ആവശ്യം എപ്പോഴും ഉണ്ട്. ഹസ്ബൻഡ് അതിന് ശേഷം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇത് സംഭവിക്കാൻ തൃശ്ശൂരാണ്. ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പണ്ട് അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിന് വലിയ എമൗണ്ട് പുറത്തുള്ള ഗുഡ്സ് അവിടെ സീസ് ചെയ്തു. അത് റിലീസിങ് ഓർഡർ കഴിഞ്ഞ മാസം കിട്ടി. വലിയ എമൗണ്ട്, 1.5 crores. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലത് കേട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പേയ്മെൻറ്റ് കിട്ടാൻ, നമ്മുടെ മെറ്റീരിയൽ തിരിച്ചിട്ടാൻ വൈകി. 2 വർഷം പിടിച്ചു, 2-3 വർഷം പിടിച്ചു. അത് ഞാൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നവർ. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് മെറ്റീരിയൽ നേരത്തെ കിട്ടുമായിരുന്നു. അന്ന് നിങ്ങൾക്കുണ്ടായ ഹരാസ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായില്ല. കാരണം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. ഇനി ബാക്കിയാണ് നോക്കണം. ഇനഫ് ടൈം കിടക്കല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തുന്ന ആളുടെ ഒരു അഡ്വക്കേറ്റ് ഇതും കൂടെ നിങ്ങൾക്ക് ഉണ്ടല്ലേ? അഡ്വക്കേറ്റ് എന്നുണ്ട് നമ്മുടെ ആക്ടിന്റെ ബലത്തിലാണ്. കിട്ടുന്ന ചില പ്രൊവിഷൻസ് ആണ് അഡ്വക്കേറ്റ് മീൻസ് എന്നാൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പോർട്ടലാണ്. സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മറ്റു പലയിടത്തും സംസാരിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ആക്ടിന്റെ ഒരു ബെനിഫിറ്റ്
അറിയാവുന്ന ബെനിഫിറ്റ് വെച്ചിട്ട് നമുക്ക് പലതും ചെയ്യാം. അഡ്വക്കേറ്റ്സിന് കോർട്ടിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനും ഈ അഡ്വക്കേറ്റും ഈ പറയുന്ന GST ഓഫീസറോടോ ഇൻകം ടാക്സ് ഓഫീസർ സംസാരിക്കുന്ന സെയിം ഭാഷയിലായിരിക്കും. അപ്പം ആക്ച്വലി ഇതിനകത്തുള്ള കാര്യം അഡ്വക്കേറ്റിന് അറിയാവുന്നത് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കുറച്ച് ഞങ്ങൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റാണ്. ചാർട്ടർ കോൺസെപ്റ്റ് ഞാൻ അഡ്വക്കേറ്റ് പദം ഉദ്ദേശിച്ചത് ഞങ്ങൾ അഡ്വക്കേറ്റാണ്. ഇതാണ് ഞങ്ങൾ അതാണ് സംസാരിക്കുന്ന ആൾ തന്നെയാണ്, റെപ്രസെൻറ്റേറ്റീവ് ആണ്. ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അത് പറയാം. സങ്കീർണമായതിനെ സങ്കീർണമല്ലാതാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ. തീർച്ചയായിട്ടും ഒരിക്കലും സങ്കീർണമല്ലാത്തൊരു ഒരു പദമാണ് ബിസിനസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ ആ കൂട്ടത്തിൽ ഞാനും അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് സന്തോഷത്തോടെ ഓർത്തിരിക്കാൻ പറ്റും. GST കുറിച്ച് ബേസിക്കായിട്ട് നമ്മളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനിയും വേറെ കൊണ്ട് സംസാരിക്കുവാൻ. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ ശ്രീ മജു കെ ഇസ്മായിൽ സാറിനോടൊപ്പം.